നമസ്കാരം. ഇന്ത്യയെ തൊട്ടാൽ അമേരിക്ക ഇനി മിണ്ടാതെ ഇരിക്കില്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. US നീതിന്യായ വകുപ്പ് ഈയിടെ അദാനിക്കെതിരെ കേസെടുത്തതിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് US അറ്റോർണി ജനറൽ ട്രംപിന്റെ ആയ ലാൻസ് ഗുഡന് കത്തയച്ച നടപടിയാണ് പെട്ടെന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് ഇരുട്ടിലേക്ക് ഓടിമറിയാൻ ഹിഡൻബർഗ് റിസർച്ചിന്റെ ഉടമ ആൻഡേഴ്സനെ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അദാനിക്കെതിരെ നീങ്ങുന്ന എല്ലാവരും ആ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന സൂചന തന്നെയാണ് ലാൻഡേഴ്സ് ഗുഡൻ MP ട്രംപ് വഴി നൽകുന്നത്. ഇതാണ് അദാനിയെ കുറ്റപ്പെടുത്തുന്ന രണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ആൻഡേഴ്സിനെ തന്റെ കമ്പനിയായ ഹിഡൻബർഗ് റിസർച്ച് തന്നെ അടച്ചുപൂട്ടാൻ പ്രേരിപ്പിച്ചത്. കോർപ്പറേറ്റ് രംഗത്തെ പല കമ്പനികളുടെയും അഴിമതി തുറന്നു കാട്ടിയെന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയെന്നും അതിനാൽ പ്രവർത്തനം മതിയാക്കുകയാണെന്നുമാണ് ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉടമ ആൻഡേഴ്സൺ കാരണമായി പറയുന്നത്. എന്നാൽ വാസ്തവം വേറെ ഒന്നാണെന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. അതായത് അദാനിക്കെതിരെ കേസെടുത്ത US നീതിന്യായ വകുപ്പിലെ ഒരു ജഡ്ജിയുടെ നടപടിയെ ട്രംപിന്റെ അനുചരനായ ഒരു MP ഈയിടെ ചോദ്യം ചെയ്തിരുന്നു. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗമായ ലാൻസ് ഗുഡൻ MP അദാനിക്കെതിരെ കേസെടുത്തതിന് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലിന് ഒരു വിശദീകരണം അയച്ചിരുന്നു. ആ വിശദീകരണത്തിൽ പേടിച്ചിട്ടാണ് ആ ജഡ്ജി അന്ന് രാജിവെച്ചത്. ജോ ബൈഡന്റെ ഭരണം കഴിഞ്ഞുവെന്നും ട്രംപ് പ്രസിഡന്റായി വരുന്നതോടെ കാര്യങ്ങൾ മാറുമെന്നുമുള്ള വ്യക്തമായ സൂചനയാണ് ഇതുവഴി ലാൻസ് ഗുഡൻ അമേരിക്കയിലെ നീതിന്യായ വകുപ്പിലുള്ള എല്ലാ കള്ളന്മാരായ ജഡ്ജികൾക്കും നൽകിയത്. ഇനി അദാനിയെ വിമർശിച്ചാൽ ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരുമെന്ന ഭീതി മൂലമാണ് ആൻഡേഴ്സൺ തന്റെ സ്ഥാപനമായ ഹിഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും രാവും പകലും പോലെ വ്യത്യസ്തമാണെന്ന സത്യമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇരു പാർട്ടികളുടെയും തമ്മിലുള്ള ശത്രുത 10 മടങ്ങ് അധികമാണ് ഇപ്പോൾ. അതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോടെ വിളയാടിയിരുന്നവരെല്ലാം അടുത്ത 5 വർഷക്കാലം പത്തിമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മാറ്റം തന്നെയാണ് ഹിഡൻബർഗ് റിസർച്ച് ഉടമ ആൻഡേഴ്സിനെയും ഭയപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന് വേണ്ടപ്പെട്ടവരാണ് ഇന്ത്യയിലെ മോദി സർക്കാരും അതോടൊപ്പം തന്നെ അദാനിയും അംബാനിയുമെല്ലാം. കുറെ കമ്പനികളിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടെത്തുക വഴി തങ്ങളുടെ ദൗത്യം പൂർത്തിയായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ആൻഡേഴ്സൺ പുറത്തു പറഞ്ഞ തൊടുന്യായം മാത്രം. ഇന്ത്യയെ പോലെ, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം പോലെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാവുന്ന ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യമായ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കള്ള നടപടിയെടുത്താൽ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നൊരു സന്ദേശമാണ് അമേരിക്കയുടെ തലവൻ ട്രംപ് നൽകുന്നത്. അദാനിക്കെതിരെ നടപടിയെടുക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലതല്ലെന്നും ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനെതിരെ നടപടിയെടുത്താൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അമേരിക്ക ഒരു തടസ്സമായി നിൽക്കുമെന്ന ഒരു ദുർവ്യാഖ്യാനം ആഗോളതലത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുമാണ് റിപ്പബ്ലിക് പാർട്ടി അംഗമായ ലാൻസ് ഗുഡൻ വാദിക്കുന്നത്. അദാനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. വൈകാതെ ട്രംപിനോട് ഒരു സമാധാനം പറയേണ്ടി വരുമെന്നാണ് നിയമ നടപടി അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്തായാലും ട്രംപ് ഇപ്പോൾ രണ്ട് കൽപ്പിച്ചാണ്. ഇന്ത്യയുടെ രോമത്തിൽ ആരെങ്കിലും അനാവശ്യമായി തൊട്ടാൽ ഉടനടി ട്രംപ് ചാടി വീഴുന്ന അവരുടെ കഥ കഴിക്കും എന്നതാണ് യാഥാർത്ഥ്യം.